ഉണ്ടല്ലോ, നമുക്കൊരു അസിസ്റ്റൻ്റ് കൂടെ ഉണ്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഈ ഡ്രോയിങ്ങിൽ ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഹെയറിൽ പെൻസിൽ ഡ്രോയിങ് ആണ്. പിന്നെ കൂടുതലും വൈറ്റ് പോർഷൻ വിട്ടിട്ടാണ് പെൻസിൽ ഡ്രോയിങ് ചെയ്തിരിക്കുന്നത്. കാരണം വൈറ്റിന് വേണ്ടി നമ്മൾ വൈറ്റ്നർ യൂസ് ചെയ്യും, പക്ഷേ വൈറ്റ്നർ ഇവിടെ ആവശ്യമില്ല. പിന്നെ ഇറേസർ പെൻസിൽ കിട്ടും നമുക്ക്. ഇറേസർ പെൻസിൽ ഇപ്പോൾ തൽക്കാലം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൈറ്റ് പോർഷൻ വിട്ടിട്ടാണ് ഞാനിതിൽ പെൻസിൽ ഡ്രോയിങ് ചെയ്തിരിക്കുന്നത്. റിഫ്ലക്ഷൻ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ വൈറ്റ് പോർഷൻ വിടേണ്ടി വരുന്നത്. ഹെയറിലാകുമ്പോൾ പ്രത്യേകിച്ച് വൈറ്റ് പോർഷൻ വിടുന്നതിനനുസരിച്ച് അതിന് നാച്ചുറാലിറ്റി കിട്ടിക്കൊണ്ടിരിക്കും. എനിക്ക് വരയ്ക്കുമ്പോഴത്തേക്കും മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ എത്ര വരച്ചാലും അത് റെഡി ആവത്തില്ല. എന്ത് മ്യൂസിക് കേൾക്കുന്നതനുസരിച്ച് കോൺഫിഡൻസും കോൺസെൻട്രേഷനും കൂടുന്നതാണ്. ഞാനും ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്ത് തരുന്നു. ഇടയ്ക്ക് എൻ്റെ കുട്ടി അസിസ്റ്റൻ്റ് സംസാരിക്കുന്നതാണേ. ഏതൊരു പിക്ചറും എത്രത്തോളം ടൈം എടുത്ത് വരയ്ക്കുന്നു അത്രത്തോളം റിസൾട്ട് അതിന് കിട്ടും. ചുമ്മാ സമയം നീട്ടി മാറ്റി വെച്ച് വരയ്ക്കുന്ന കാര്യമല്ല, നമ്മൾ എത്രത്തോളം ഡീറ്റെയിലിംഗ് കൊടുത്ത് ഒരു പിക്ചറിനെ വരയ്ക്കുന്നത് പോലെ ഇരിക്കും. ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്, താല്പര്യമുള്ളവർ കാണാൻ മറക്കരുതേ.